എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തൃക്കേട്ട നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രമാണ് തൃക്കേട്ട. ജനനം ബുധദശയിലാണ്. അതിനുശേഷം കേതുവിൻ്റെ ദശ വരും 7 വർഷത്തോളം. അതിനുശേഷം 20 വർഷത്തോളം ശുക്രദശയ്ക്ക് ശേഷം 6 വർഷം ആദിത്യദശയാണ്. അതിനുശേഷം ചന്ദ്രൻ്റെ ദശ, അതിനുശേഷം കുജൻ്റെ ദശ, അതിനുശേഷം രാഹുവിൻ്റെ ദശ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. തൃക്കേട്ട നക്ഷത്രക്കാരെ പറ്റി പൊതുവായി പറയുകയാണെങ്കിൽ എന്ത് വിഷയത്തെപ്പറ്റിയും അറിവ് നേടാൻ താല്പര്യമുള്ളവരായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ. ഏറ്റെടുക്കുന്ന ജോലി എന്താണെങ്കിലും അത് പൂർത്തിയാക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും ഇവർ. ഇവരേറ്റെടുക്കുന്ന ജോലി യാതൊരു മടിയും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്ന ഒരു സ്വഭാവക്കാരും കൂടിയാണ്. നേരം പോക്കൊക്കെ പറയാനും അതുപോലെ നേരം പോക്കൊക്കെ കേൾക്കാനും ഒക്കെ ഇവർക്ക് വളരെയധികം താല്പര്യമുള്ള വ്യക്തികളായിരിക്കും. തനിക്ക് പിടിക്കാത്തതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യം എവിടെ കണ്ടോ അത് കണ്ടാൽ ഉടനെ പെട്ടെന്ന് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ഇവർക്ക്. പ്രത്യേകിച്ച് എന്തെങ്കിലും വാക്ക് തർക്കമൊക്കെ ഉണ്ടായാൽ ഉരുളയ്ക്കുപ്പേരി എന്ന കണക്കിന് മറുപടി കൊടുക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. പുതിയ പുതിയ ആശയങ്ങളൊക്കെ ഇവർക്ക് പെട്ടെന്ന് തന്നെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. രാപകൽ നോക്കാതെ അധ്വാനിക്കുന്നതിനുള്ള ഒരു പ്രകൃതം ഇവർക്കുണ്ടായിരിക്കും. പ്രായോഗികമായ ബുദ്ധി വളരെയധികം കൂടുതലായിട്ട് ഇവർക്കുണ്ടായിരിക്കും. ചില സമയങ്ങളിൽ വളരെയധികം പൗരുഷമായും കുത്തുവാക്കുകൾ ഒക്കെ ഉപയോഗിച്ചും അതുപോലെ ദയാർത്ഥമൊക്കെ വെച്ചും ഇവർ സംസാരിക്കാറും ഉണ്ട്. ഇവർ സാധാരണ നല്ല കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് കണ്ടുവരുന്നത്. എല്ലാവരും നല്ലവരായിരിക്കണമെന്നില്ല. ദുർനടപടി ഉള്ള തൃക്കേട്ട നക്ഷത്രക്കാരും കാണപ്പെടാറുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ സ്നേഹിതന്മാരെ അല്ലെങ്കിൽ സ്നേഹിതകൾ ഒക്കെ കുറവായിരിക്കും. ഇവരുടെ വേറൊരു പ്രത്യേകത, പെട്ടെന്ന് ഇവർ അടിക്കടി അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പഠിക്കുന്നതിനൊക്കെ വളരെ സമർത്ഥരായിരിക്കും. അതിന് കാരണം തൃക്കേട്ടയുടെ നക്ഷത്രാധിപൻ ബുധനാണ്. ആ ബുധൻ വിദ്യാകാരകനാണ്. എന്നാൽ ജനിക്കുന്ന സമയത്ത് ബുധൻ മൗഢ്യത്തിലോ നീചത്തിലോ അല്ലെങ്കിൽ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ദോഷസ്ഥാനത്തൊക്കെ ബുധൻ ഇരിക്കുമ്പോൾ ജനിക്കുന്നതൊക്കെ ആൾക്കാരാണെങ്കിൽ അവർ വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെട്ടും പോകാറുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാരിൽ വളരെയധികം ഗ്രന്ഥരചന ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പത്രപ്രവർത്തകരുണ്ട്, നിരൂപകരൊക്കെ ഇവരാകാറുണ്ട്. ഇവർക്ക് വളരെ അഭിമാനത്തെ തൊട്ട് കളിച്ചാൽ ഇവർക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവർ സംസാരിക്കുന്നത് നല്ല മൂർച്ചയേറിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചായിരിക്കും ഇവരുടെ സംസാരം. ജന്തുക്കളെയൊക്കെ വളർത്തുന്നതിൽ വളരെയധികം താല്പര്യം ഉള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. ഇവരുടെ വേറൊരു പ്രത്യേകത മുൻകോപവും എടുത്തുചാട്ടവുമാണ്. വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം, അതുപോലെ കാള പെറ്റു എന്ന് കേട്ടാൽ കയറെടുക്കുന്ന ഒരു സ്വഭാവം ഒക്കെ സാധാരണഗതിയിൽ, അതുപോലെ വളരെയധികം ധൃതി, എന്ത് കാര്യത്തിലും വളരെയധികം ധൃതി കാണിക്കുക, ഇതൊക്കെ ഇവരുടെ ഒരു സാധാരണ സ്വഭാവമാണ്. ചൊവ്വ രാശിയാധിപനായതുകൊണ്ടാണ് ഈ ഒരു സ്വഭാവവിശേഷം. ഒരു കാര്യത്തെക്കുറിച്ചും ആലോചിച്ചൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിവില്ല. പ്രത്യേകിച്ച് എടുത്തു ചാടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. സംശയം ഇവരുടെ മനസ്സിൽ ഒരിക്കലും നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. മനസ്സിൽ എന്ത് കാര്യം വരുന്നോ ആ കാര്യം ഉടനെ തന്നെ മറ്റുള്ളവരോട് പറയാൻ ഇവർക്ക് വളരെയധികം ധൃതിയുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള ഈ ദൗർബല്യം ഇവരെ പലതരത്തിലുള്ള അബദ്ധങ്ങളിലും അനർത്ഥങ്ങളിലും ഒക്കെ അകപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അതുപോലെ
വിപരീത പരിസ്ഥിതികളിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള മനഃശക്തിയും തൻ്റെ ഇടവുമൊക്കെ ഇവർക്ക് പൊതുവെ കുറവായിരിക്കും. കാഴ്ചയ്ക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഗംഭീരന്മാരാണ് എന്നൊക്കെ തോന്നുമെങ്കിലും വിഷമം പിടിച്ച എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ ഇവർ പെട്ടെന്ന് പതറിപ്പോകാറുമുണ്ട്. പുറമേ നിന്ന് നോക്കിയാൽ ഇവരെ കണ്ടാൽ അഹങ്കാരികളാണെന്ന് തോന്നും. പക്ഷെ ഇവരെ സൂക്ഷ്മമായിട്ടൊക്കെ പഠിച്ചാൽ ഇവർക്ക് മനസ്സിനൊന്നും കട്ടിയില്ലാത്ത വ്യക്തികളാണ് എന്ന് മനസ്സിലാകുന്നതാണ്. പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു പ്രത്യേക താല്പര്യം, അതിനുവേണ്ടിയൊക്കെ പരിശ്രമമൊക്കെ ചെയ്യുന്നതാണ്. ഇവർ വളഞ്ഞ വഴിയിൽ കൂടി കാര്യങ്ങളൊന്നും ചെയ്യില്ല. നേരെ വാ നേരെ പോ എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ്. മറ്റുള്ളവരെ ചതിക്കാനോ ഉപദ്രവിക്കാനോ കുരുക്കിപ്പെടുത്താനോ ഒന്നും ഇവർ ആഗ്രഹിക്കാറുമില്ല. മറ്റുള്ളവരെയൊക്കെ വഞ്ചിക്കുന്ന പ്രകൃതക്കാരിൽ നിന്നൊക്കെ അകന്നു നിൽക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ ആദർശത്തിന് വിപരീതമായിട്ടൊക്കെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ കണ്ടാൽ ഇവർ അതിനോട് ഉടൻ തന്നെ എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. മറ്റുള്ളവർക്കൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കത്തക്ക അറിവൊക്കെ ഉള്ളവരായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ ആ കാര്യത്തിൽ തളരാതെ ഇവർ പ്രവർത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികളായിരിക്കും. കാര്യങ്ങളെ പ്രായോഗികമായിട്ടൊക്കെ ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും. നല്ല ഒരു പ്രതിഭാശാലികളായിരിക്കും. എന്ത് കാര്യമാണെങ്കിലും അത് നല്ലപോലെ മനസ്സിലാക്കാനും അതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനും ഒക്കെയുള്ള കഴിവ് ഇവർക്ക് പ്രത്യേകം ഉണ്ടായിരിക്കുന്നതാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും ഇവർക്ക് ആഗ്രഹം ഉണ്ടായില്ല. എങ്കിലും ഇവരുടെ പെരുമാറ്റം വളരെയധികം ക്രൂരം പോലെ മറ്റുള്ളവർക്ക് തോന്നും. അത് ഇവരുടെ ധൃതി, മുൻകോപം, അതുപോലെ തുറന്ന പെരുമാറ്റം, അതൊക്കെ കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇങ്ങനെ തോന്നുന്നത്. വളരെയധികം കൂടുതൽ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും. അതുപോലെ മറ്റുള്ളവരെ എന്ത് കാര്യത്തിനാണെങ്കിലും തള്ളിപ്പറയുന്നൊരു സ്വഭാവം കൂടി ഇവർക്കുണ്ട്. എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ കണ്ടാൽ പെട്ടെന്ന് തന്നെ എതിർക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. അതുതന്നെയല്ല, മറ്റുള്ളവരോട് ഇവരുടെ എതിർപ്പ് എന്താണോ ആ എതിർപ്പ് അത് ഇവർ തുറന്നു പറയുകയും ചെയ്യും. ഇവരുടെ ഈ സ്വഭാവം മൂലം ധാരാളം ശത്രുക്കളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. തങ്ങളുടെ നാവിൽ എന്താണോ വരുന്നത് അത് വിളിച്ചു പറയുക എന്നതും ഇവരുടെ ഒരു ദൗർബല്യമാണ്. ഇവർക്ക് വളരെയധികം നിർബന്ധ ബുദ്ധി കൂടുതലാണ്. അതുപോലെ മറ്റുള്ളവർക്ക് വഴങ്ങാത്ത ഒരു സ്വഭാവം ഇവർക്കുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ. ഈ നിർബന്ധവും വീണ്ടും വിചാരമില്ലായ്മയും ഇവരുടെ ധൃതിയും മുൻകോപവും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിന് ഇത് ഒരു തടസ്സം നിൽക്കുന്നതാണ്. അതുപോലെ ഇവർക്ക് ശത്രുക്കളെയും ഈ ഒരു സ്വഭാവം സൃഷ്ടിക്കുന്നതാണ്. എത്ര ഉപദേശിച്ചാലും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രം, അതുപോലെ തനിക്ക് ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇവർ ആ കാര്യം പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നിന്ന് വിപരീത ഫലമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതും ഇവർ സമാധാനപരമായിട്ട് അനുഭവിച്ചു കൊള്ളുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്നൊന്നും ഇവർക്ക് കാര്യമായ പ്രയോജനമൊന്നും കിട്ടാറില്ല. ബന്ധുക്കളുടെയൊക്കെ വെറുപ്പിനും വിദ്വേഷത്തിനുമൊക്കെ പലപ്പോഴും ഇവർ പാത്രമാകാറുമുണ്ട്. മാതാവിൽ നിന്ന് മാത്രമല്ല, സഹോദരങ്ങളിൽ നിന്നും ഇവർക്ക് കാര്യമായ സഹായമൊന്നും കിട്ടാറുമില്ല. സഹോദരങ്ങളും സഹോദര സാനീരുമൊക്കെ ശത്രുതാപരമായിട്ട് പെരുമാറാറുമുണ്ട്. ഇവരുടെ ഒരു പ്രത്യേക മനോഭാവം അതുപോലെ ഇവരുടെ ജീവിത രീതി ഒക്കെയാണ് ഈ ഒരു പെരുമാറ്റത്തിന് കാരണം. എല്ലാവരിൽ നിന്നുമൊക്കെ അകന്ന് ജീവിക്കാൻ ഇവർ സ്വന്തമായിട്ടൊക്കെ പരിശ്രമിച്ചിട്ടായിരിക്കും ജീവിത പുരോഗതിയൊക്കെ നേടുന്നത്. ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇടയ്ക്കൊക്കെ തിരിച്ചടികളും ഇവർക്ക് ഉണ്ടാകാറുണ്ട്. എന്നാലും അതൊന്നും ഇവരെ പരാജയപ്പെടുത്തുകയില്ല. ആ പരാജയപ്പെടുത്താതിരിക്കാനുള്ള കാരണം ഇവർക്ക് ജന്മസിദ്ധമായിട്ട് നല്ല കഴിവും സാമർഥ്യവും ഒക്കെ ഉണ്ട്. അതുതന്നെയാണ് എന്ത് തിരിച്ചടി ഉണ്ടായാലും ഇവരെ പരാജയപ്പെടുത്താത്തതിൻ്റെ കാരണം. പെട്ടെന്ന് എന്തെങ്കിലും കോപമൊക്കെ ഉണ്ടായാൽ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല ഇവർക്ക്. അതാണ് ഇവരുടെ ദോഷങ്ങളുടെ ഒരു കാരണവും ഇതുതന്നെയാണ്. ഈ ഒരു ക്ഷോഭം നിയന്ത്രിക്കാനാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇവർക്ക് ആ ലഹരി ഉപയോഗം നിയന്ത്രിക്കാനാവില്ല.
അതിവർക്ക് വലിയ ദോഷങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതുപോലെ ഇവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്നത് ഒരിക്കലും ഇവർ സഹിക്കുകയില്ല. അത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടായാൽ വികാര വിക്ഷുബ്ധരായി തീരുന്നതാണ് ഇവർ. ഉപകാരം ചെയ്തവരെയും ബഹുമാനിക്കേണ്ടവരെയും ഒക്കെ ഈ ഈ ഉപകാരം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇവർ ബഹുമാനിക്കേണ്ടവരോ ഒക്കെയാണ് ഇവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്നത് എങ്കിൽ പോലും അവർ ആ സമയത്ത് വളരെയധികം ക്രൂരമായിട്ട് തന്നെ പ്രതികരിക്കുന്നതാണ്. ഈ സ്വഭാവ രീതിയെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഭാര്യയെ തന്നെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. വിവാഹശേഷമുള്ള ഭാര്യയുടെ സ്നേഹവായ്പും അതുപോലെ പരിചരണമൊക്കെ ഇവരുടെ ജീവിത പുരോഗതിയുടെ ഒരു അടിസ്ഥാനം തന്നെയാണ്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഭാര്യയ്ക്കുണ്ടാകുന്ന ആരോഗ്യക്കുറവ് ഒരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ദാമ്പത്യ ജീവിതം പൊതുവെ സംതൃപ്തികരം തന്നെയായിരിക്കും. സാധാരണ ഒരു 18 വയസ്സിനൊക്കെ ശേഷം ഒരു സ്വതന്ത്രമായ ജീവിതമൊക്കെ ആയിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ നയിക്കുന്നത്. 18 വയസ്സിനും 26 വയസ്സിനും ഇടയിൽ പല ജീവിത വൈഷമ്യങ്ങളെയും ഇവർ നേരിടേണ്ടതായി വരുന്നതാണ്. ഒരു 27 വയസ്സ് മുതലൊക്കെ ഇവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഉയർച്ചകളൊക്കെ കണ്ടു തുടങ്ങുന്നതാണ്. 50 വയസ്സ് വരെയൊക്കെ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. 50 വയസ്സിന് ശേഷം ഇവർക്ക് ഒരു ശരിയായ ജീവിതമാർഗം തെളിഞ്ഞു കിട്ടുന്നതാണ്. ഈ പറഞ്ഞ ഫലങ്ങൾ ഏറെയും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ബാധകമാണ്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം കുറവായിട്ടാണ് സ്ത്രീകൾക്ക് പൊതുവെ കാണാറുള്ളത്. ദാമ്പത്യ ബന്ധം തന്നെ ശരിയായിരിക്കണമെന്നില്ല. കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാരുണ്ട്. അതുപോലെ ഭർത്താവുമായിട്ട് അകന്ന് താമസിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാരുണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കാണും. അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകളും ളെയും കാണാറുണ്ട്. ചുരുക്കത്തിൽ ജീവിതത്തിൽ നിന്ന് മനക്ലേശം ഒഴിഞ്ഞ ഒരു സമയം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളും സ്ത്രീകളെ പൊതുവെ അലട്ടാറും ഉണ്ട്. ഇതൊക്കെയാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതുവായ കുറേ സ്വഭാവവിശേഷങ്ങൾ. ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൂരാടം, അതുപോലെ തിരുവോണം, ചതയം, തിരുവാതിര, പുണർദം, ഉത്രം എന്നീ നാളുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ അത്ര ശരിയാകുന്ന ബന്ധങ്ങളല്ല. ഇപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനി 5-ാം ഭാവത്തിലും വ്യാഴം 8-ാം ഭാവത്തിലുമാണ്. ശനി കണ്ടകശനി കഴിഞ്ഞതേ ഉള്ളൂ. 4-ാം ഭാവത്തിലായിരുന്നു. അതിപ്പോൾ 5-ാം ഭാവത്തിലോട്ട് മാറി. 5-ാം ഭാവവും അത്ര ഒരു ഗുണകരമായ അവസ്ഥയിലല്ല 5-ാം ഭാവവും. അതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പോയി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഈ സമയത്ത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമാണ്. വ്യാഴം 8-ലാണ്, അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.